ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളാകുന്നു. നമ്മുടെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാം വാക്യത്തിൻ്റെ ബി ആണ്. അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. നോഹയുടെ രണ്ടാമത്തെ പുത്രനാണല്ലോ ഹാം. ഹാമിൻ്റെ ജനനവും ജലപ്രളയത്തിന് മുൻപ് ആയിരുന്നു. ഭൂമിശാസ്ത്രപരമായും നരവംശപരമായും ഈജിപ്തുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളുടെ പൂർവികൻ ആയിരുന്നു ഹാം എന്ന് കരുതപ്പെടുന്നു. ഹാം കൂടാരം, ഹാമിൻ്റെ ദേശം എന്നീ പദങ്ങളൊക്കെയും പഴയ നിയമത്തിൽ അവിടെയായിട്ട് കാണുന്ന വാക്കുകളാണ്. ഈ പദപ്രയോഗങ്ങളെല്ലാം ഈജിപ്തിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് കരുതുന്നത്. പിതാവിനോടൊപ്പം പെട്ടകത്തിൽ കയറുകയും ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തിട്ട് ദൈവിക അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹാം എന്ന പേര് ബൈബിളിൽ ഒരു സ്ഥലനാമമായും ഉപയോഗിക്കുന്നതായിട്ട് ഉൽപ്പത്തി 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഹാമിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, പിതാവിൻ്റെ ശാപത്തിന് പാത്രനാകുന്ന ഒരു ഹാമിനെ നമുക്ക് കാണാം. പിതാവിൻ്റെ ശാപത്തിന് പാത്രനാകുന്ന ഹാം. പെട്ടകത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം നോഹ കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. എന്നാൽ അവിടെ ആദ്യം ചെയ്തത് ഒരു മുന്തിരിത്തോട്ടം നിർമ്മിക്കുകയായിരുന്നു. അതിൽ നന്നായി വിളവ് നോഹയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ആ മുന്തിരി ഉപയോഗിച്ച് വീഞ്ഞുണ്ടാക്കുകയും ആ വീഞ്ഞു കുടിച്ച് നോഹ ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നതായും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ ഇത് കണ്ട ഹാം ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ പിതാവിൻ്റെ നഗ്നത കണ്ട കാര്യം പുറത്തു പോയി തൻ്റെ സഹോദരന്മാരെ അറിയിക്കുന്നു. എന്നാൽ ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ മകൻ ഹാം ചെയ്ത പ്രവൃത്തി അറിഞ്ഞതിന് ശേഷം ഹാമിനെ ശപിക്കുന്നു. അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്നാണ് ഇവിടെ നോഹ തൻ്റെ മകനായ ഹാമിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പിതാവിൻ്റെ ശാപത്തിന് കാരണക്കാരനാകുന്ന ഹാമിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, മറ്റുള്ളവരുടെ കുറവുകൾ ആഘോഷമാക്കരുത്. മറ്റുള്ളവരുടെ കുറവുകൾ ആഘോഷമാക്കരുത്. ഇവിടെ മറ്റൊരാൾ അറിയാതെ ഹാമിന് ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ പിതാവിൻ്റെ ഒരു ന്യൂനത മറ്റു സഹോദരങ്ങളിലേക്ക് എത്തിക്കുവാനായിരുന്നു ഹാം ശ്രമിച്ചത്. യേശു കർത്താവിൻ്റെ വാക്കുകൾ ഇവിടെ നമുക്ക് മാതൃകയാക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 42-ഉം 43-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരാ നില്ല്, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക, എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ കുറവുകളിൽ നാം ആനന്ദം കണ്ടെത്തരുത്. നമുക്ക് ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ പിന്തുടരുവാനായിട്ട് സാധിക്കും. ഒന്ന്, മറ്റൊരാളിൻ്റെ കുറവ് കാണുമ്പോൾ ഞാൻ എന്നിലേക്കു തന്നെ നോക്കുക. 2, കുറവുകളേക്കാൾ കൂടുതലായി മറ്റുള്ളവരിലെ നന്മ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: ദൈവമേ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് നൽകി തരണമേ. ദൈവമേ, മറ്റുള്ളവരുടെ കുറവിൻ്റെ ആഴം നോക്കി ഞാൻ ശാപഗ്രസ്തനാകാതെ എന്നെ തിരുത്തുവാൻ എനിക്ക് പ്രാപ്തി നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി അവയെ തിരുത്തുവാനുള്ള നല്ല മനസ്സിനെ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.